Hi all, welcome to the class. Today we are going to discuss a small topic in the subject energy conservation and management. Already we are discussing second module and it is the third part of my presentation. Today's topics are electric motors and energy efficient motors. So first of all we will discuss what is an electrical motor, which is very familiar to us, and you can see a figure of a electrical motor, and it is a device which convert electrical energy to a mechanical energy. You can see that there is a shaft from the motor which is the output. This is the output shaft from where we can get mechanical energy, and here we need to give input supply either AC or DC. There are different type of motors available in market, and main types are induction motor, DC motor or synchronous motor. And we can go to classification of electrical motors. അത് മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു മോട്ടോർ ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി മോട്ടർ, എ സി മോട്ടർ ആൻഡ് അതർ മോട്ടർ എന്ന് നമുക്ക് പറയാം. ഡയറക്റ്റ് കറണ്ട് മോട്ടർ അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് മോട്ടർ എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡി സി മോട്ടോഴ്സാണ് ഡി സി ഷണ്ട് മോട്ടോർ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടോർ, ഡി സി സീരീസ് മോട്ടോർ, പെർമനൻറ്റ് മാഗ്നറ്റ് ഡി സി മോട്ടോർ, കോമ്പൗണ്ട് മോട്ടോർ. ഇതെല്ലാം തന്നെ നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ സബ്ജക്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ആർമേച്ചർ കോയിലിന് പാരലായിട്ടാണ് നമ്മളുടെ ഇൻഡക്റ്റീവ് കോയിൽ വെക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഷണ്ട് മോട്ടോർ. അത് സീരീസ് ആണെങ്കിൽ, കണക്ഷൻ സീരീസ് ആണെങ്കിൽ അതിനെ സീരീസ് മോട്ടോർ എന്ന് പറയും. ഷണ്ടും സീരീസും കൂടി കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന മോട്ടോഴ്സാണ് കോമ്പൗണ്ട് മോട്ടോർ. കോമ്പൗണ്ട് മോട്ടർ തന്നെ ഷോർട്ട് ഷണ്ടും ലോങ് ഷണ്ടും ഉണ്ട്. അത് അതിൻ്റെ ആർമേച്ചറിൽ എങ്ങനെയാണ് നമ്മളുടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു എക്സൈറ്റേഷൻ കൊടുക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ വരുന്നത് എ സി മോട്ടോഴ്സാണ്. എ സി മോട്ടോഴ്സ് മെയിൻലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടറും സിങ്ക്രണൈസ് മോട്ടറുമാണ്. ഇതാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സിങ്ക്രണൈസ് സ്പീഡിലൊക്കെ കറങ്ങേണ്ട ഒരു ആവശ്യം വരുവാണെങ്കിൽ ആ കണ്ടീഷനിലാണ് നമ്മൾ സിങ്ക്രണൈസ് മോട്ടർ ഉപയോഗിക്കുക. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടോഴ്സാണ്. അതർ മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ് മോട്ടോഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിപ്പോൾ സ്റ്റെപ്പർ മോട്ടർ ഉണ്ട്, ബ്രഷ്ലെസ് മോട്ടർ ഉണ്ട്, ഹിസ്റ്റേറിസ് മോട്ടർ ഉണ്ട്, റിലക്റ്റസ് മോട്ടർ ഉണ്ട്, യൂണിവേഴ്സൽ മോട്ടർ ഉണ്ട്. അതെല്ലാം തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോട്ടേഴ്സാണ്. നമുക്ക് ബേസിക്കായിട്ട് പഠിക്കാനുള്ളത് ഡി സി മോട്ടറും ഇൻഡക്ഷൻ മോട്ടറും സിങ്ക്രണൈസ് മോട്ടറുമാണ്. നമ്മളതിൻ്റെ അകത്ത് ആദ്യം ഇൻഡക്ഷൻ മോട്ടർ നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഇൻഡക്ഷൻ മോട്ടറാണ്. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ഷനിൽ ഒരു സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത്, അഥവാ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന സമയത്ത് അത് കാരണം റോട്ടറിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് കാരണം അവിടെയും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ EMF കാരണം, അഥവാ ഒരു ഇൻഡ്യൂസ്ഡ് EMF കാരണം മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുകയും ആ മാഗ്നറ്റിക് ഫീൽഡും സ്റ്റേറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ റിപ്പൽഷൻ സംഭവിക്കുമ്പോൾ നമ്മളെ റോട്ടർ കറങ്ങാൻ തുടങ്ങുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതായത് സ്റ്റേറ്ററിന് നമ്മളൊരു കറണ്ട് കൊടുത്തു അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുത്തു, ഇലക്ട്രിസിറ്റി കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റോട്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്തു. അത് കാരണം അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായി. ആ മാഗ്നറ്റിക് ഫ്ലക്സും സ്റ്റേറ്ററിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സും തമ്മിൽ ഒരു റിപ്പൽഷൻ വരുന്ന സമയത്ത് റോട്ടർ റൊട്ടേഷൻ ചെയ്യും. അതാണ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ സ്ക്വിറൽ കേജും വയർ വൗണ്ട് മോട്ടോഴ്സും അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മോട്ടറാണ് ഇൻഡക്ഷൻ മോട്ടർ. പിന്നെ രണ്ടാമത് എന്താണ് ഡി സി മോട്ടർ. ഡി സി മോട്ടർ നമ്മൾ മെയിനായിട്ട് ഒരു ഹൈ പർപ്പസ്, അഥവാ ഹൈ ടോർക്കെല്ലാം വേണ്ട സമയത്ത്, സ്റ്റാർട്ടിങ് ടോർക്കെല്ലാം വേണ്ട സമയത്താണ് നമ്മൾ ഡി സി മോട്ടേഴ്സ് അധികം യൂസ് ചെയ്യുക. അത് ക്രെയിൻസിലൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിലും വളരെ ഷാർപ്പായിട്ട് പെട്ടെന്നൊരു വലിയൊരു ലിഫ്റ്റിങ്ങെല്ലാം ആവശ്യമുള്ള സ്ഥലത്താണ് നമ്മൾ ഡി സി കറണ്ട് അഥവാ ഡയറക്റ്റ് കറണ്ട് മോട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സിങ്ക്രണസ് മോട്ടറാണ്. ആക്ച്വലി ഇത് എ സി മോട്ടറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുമെങ്കിലും ഇതിൽ ബോത്ത് എ സിയും ഡി സിയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അഥവാ ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്റ്റേറ്ററിൽ നമ്മൾ 3 ഫേസ് എ സി സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതേസമയം തന്നെ ഡി സി സപ്ലൈ നമ്മൾ റോട്ടറിലേക്ക് കൊടുക്കും. അതൊരു സെപ്പറേറ്റ് സോഴ്സ് വെച്ചിട്ടാണ് ഡി സി സപ്ലൈ റോട്ടറിന് കൊടുക്കുന്നത്. അന്നേരം ഈ റോട്ടറും സ്റ്റേറ്ററും തമ്മിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം ഒരു റിപ്പൽഷൻ ഉണ്ടാവും. അത് കാരണം റൊട്ടേഷൻ സംഭവിക്കും. അതാണ് സിങ്ക്രണസ് മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പീഡിന് വേണ്ടിയിട്ടാണ്. RPM വളരെ ഹൈ ആയിരിക്കേണ്ട സമയത്ത്, അഥവാ സിങ്ക്രണസ് സ്പീഡിൽ
നോ സ്ലിപ്പായിട്ട് ഓടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടേഴ്സാണ് സിങ്ക്രണസ് മോട്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് രണ്ടിന് ചിത്രം കാണാം. ഈ ആദ്യം കാണിച്ചിരിക്കുന്ന ഇതാണ് ഡി സി മോട്ടറിൻ്റെ ചിത്രം. നമ്മളൊരു പവർ സോഴ്സ് കൊടുത്തു, ഡി സി പവർ സോഴ്സ് കൊടുത്തു കമ്മ്യൂട്ടേറ്റർ വഴി. കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പ്ലിറ്റ് റിംഗ് എന്ന് പറയാം. അന്നേരം ഇവിടുന്ന് എപ്പോഴും പോസിറ്റീവ് ഒരു ഡയറക്ഷനിൽ തന്നെയും നെഗറ്റീവ് മറ്റേ ഡയറക്ഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അന്നേരം ഇതിലേക്കൂടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് നോർത്ത് പോളും സൗത്ത് പോളിലും കട്ടാവുന്നുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് കട്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു EMF പ്രൊഡ്യൂസ് ചെയ്യും, അത് ഇതിനെ റിപ്പൽ ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അതാണ് ഒരു ഡി സി മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതേസമയം ഇതാണ് ഒരു സിങ്ക്രണസ് മോട്ടർ. സിങ്ക്രണസ് മോട്ടറിൽ നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാവും. പുറത്തുള്ളതാണ് സ്റ്റേറ്റർ. സ്റ്റേറ്ററിന് നമ്മളൊരു മെയിൻ സപ്ലൈ കൊടുക്കുന്നുണ്ട്, അഥവാ AC സപ്ലൈ ആണ് കൊടുക്കുന്നത്. അതേസമയം ഉള്ളിൽ ഇവിടെ ഒരു സെപ്പറേറ്റ്ലി DC സപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട് റോട്ടർ വൈൻഡിങ്ങിന്. അതായത് ഇത് രണ്ടും തമ്മിലുള്ള റിപ്രഷൻ കാരണമാണ് ഇവിടെ റൊട്ടേഷൻ സംഭവിക്കുക. ഹൈ സ്പീഡായിരിക്കും, സ്ലിപ്പിംഗ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡയഗ്രാം ആയിട്ട് കാണണമെങ്കിൽ ഇതാണ് അതിൻ്റെ ഡയഗ്രാം വരിക. 3 ഫേസ് സപ്ലൈ ആറ്റ് സ്റ്റേറ്റർ, DC സപ്ലൈ ആറ്റ് റോട്ടർ. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻഡക്ഷൻ മോട്ടറിൽ വരുന്ന ലോസസുകളാണ്. ഇൻഡക്ഷൻ മോട്ടറിലായാലും ബാക്കി മോട്ടറിലായാലും ലോസസ് സെയിം തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് I²R ലോസ് അഥവാ ഹീറ്റ് ലോസ്. സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് അത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന ഒരു ലോസാണ്. നമ്മൾ നേരത്തെ ട്രാൻസ്ഫോമർ പറയുമ്പോഴും I²R ലോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ടോട്ടൽ ലോസിൻ്റെ ഒരു 55 മുതൽ 60% വരെ ലോസ് ഉണ്ടാക്കുന്നത് ഇത് കാരണമാണ്. ഇത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ടിനെയും ഫ്ലോയിങ് കറണ്ടിനെയും അതേപോലെ തന്നെ കണ്ടക്ടർ റെസിസ്റ്റൻസിനെയാണ്. റെസിസ്റ്റൻസിൻ്റെ മെറ്റീരിയൽ വളരെ നല്ല ആക്ച്വൽ മെറ്റീരിയൽ എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോസ് പരമാവധി റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ കറണ്ടിലും ഒരു കൺട്രോളിങ് ചെയ്യാം. വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ടിൽ ഒരു റിഡക്ഷൻ കിട്ടും. അങ്ങനെ നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് വരുന്ന ലോസാണ് കോർ ലോസ്. കോർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം ഉണ്ടാകുന്ന ലോസാണ്. അഥവാ മാഗ്നറ്റിക് ഫ്ലക്സിൽ കാരണം ഹിസ്റ്റീരിസിസ് ലോസും എഡ്ഡി കറൻറ്റ് ലോസും ഉണ്ടാവും. ഈ രണ്ട് ലോസാണ് ശരിക്കും പറഞ്ഞാൽ കോർ ലോസ് എന്ന് പറയുന്നത്. ഈ കോർ ലോസ് അറൗണ്ട് ടോട്ടൽ ലോസിൻ്റെ ഒരു 20 to 25% വരിക. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇതാണ്. ഇത് റെഡ്യൂസ് ചെയ്താലും നമുക്ക് എനർജി എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു റൊട്ടേറ്റിംഗ് പാർട്സൊക്കെ വരുമ്പോൾ ഒബ്വിയസ്ലി അവിടെ ബിയറിങ്സ് ഉണ്ടാവും. ബിയറിങ്സിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ലോസും അതുപോലെ എയർ ഫ്ലോ, ഈ മോട്ടറിന് ചുറ്റും എയർ ഫ്ലോ ഉണ്ടാവും. ആ എയർ ഫ്ലോ കാരണം ഉണ്ടാകുന്ന ഒരു വിൻറ്റേജ് ലോസും എപ്പോഴും ഇതിനകത്തുണ്ടാകും. അത് അറൗണ്ട് ടോട്ടൽ ലോസിൻ്റെ ഒരു 8 to 12% വരിക. പിന്നെ വരുന്നതാണ് സ്ട്രേ ലോഡ് ലോസസ് അഥവാ ലോഡിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ചിട്ട് നമ്മളുടെ മോട്ടറിൻ്റെ എഫിഷ്യൻസിയിൽ ഒരു റിഡക്ഷൻ വരും. അഥവാ ഇത് ഡിപ്പെൻഡ്സ് ഓൺ സ്ക്വയർ ഓഫ് ദ ലോഡ് കറണ്ടാണ്. അതിനനുസരിച്ചിട്ടാണ് ഈ ഫ്ലക്ച്വേഷൻ വരിക. അത് അറൗണ്ട് 4 to 5% ഓഫ് ടോട്ടൽ ലോസ് ആയിരിക്കും ഈ സ്ട്രേ ലോഡ് ലോസ് എന്ന് പറയുന്നത്. ഇനി മോട്ടറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ്. അഥവാ ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് എനർജി ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മോട്ടറിൻ്റെ എഫിഷ്യൻസി പറയുക. ഇത് മാത്രമല്ല പാരാമീറ്റർ. പവർ ഫാക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പവർ ഫാക്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ്. അപ്പോൾ നമുക്ക് ഈ ഇൻപുട്ട് കൊടുക്കുന്ന എല്ലാം തന്നെ ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി മാക്സിമം എന്ന് പറയാം. അതുപോലെ പവർ ഫാക്ടർ ഇൻക്രീസ് ചെയ്താലും നമുക്ക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഈ ലോസസുകളിൽ നമ്മൾ പവർ ഫാക്ടർ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ചില കേസുകളിൽ നമ്മൾ ടെമ്പറേച്ചർ, ചില കേസിലല്ല എല്ലാ കേസിലും തന്നെ ടെമ്പറേച്ചർ വലിയൊരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. അഥവാ ടെമ്പറേച്ചർ കാരണം I²R ലോസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടലി എൻക്ലോസ്ഡും അല്ലെങ്കിൽ ഫാൻ കൂൾഡ് ആയിട്ടുള്ള എഫിഷ്യൻറ്റ് മോട്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോട്ടർ എഫിഷ്യൻസി കൂട്ടാം. അതേപോലെ തന്നെ എനർജി എഫിഷ്യൻറ്റ് മോട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പാരാമീറ്റേഴ്സ് അടിസ്ഥാനമാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മോട്ടേഴ്സാണ്. അഥവാ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടൊരു മോട്ടർ വേണമെങ്കിൽ അവിടെ ഡിസൈൻ പാരാമീറ്റേഴ്സ് എടുത്ത് ആ ഡിസൈൻ പാരാമീറ്റേഴ്സിൻ്റെ ഒപ്റ്റിമം ലെവലിൽ ആവുന്ന മോട്ടേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് എനർജി എഫിഷ്യൻറ്റ് മോട്ടർ എന്ന് പറയുന്നത്. അഥവാ ഈ ഇമ്പ്രൂവ്മെൻറ്റ് കാരണം നമുക്ക് സാധാരണ സ്റ്റാൻഡേർഡ് മോട്ടേഴ്സിനേക്കാൾ ഒരു 4 to 5% ഒരു ലോസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. നമ്മൾ ഇന്ത്യയിലൊക്കെ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് എനർജി എഫിഷ്യൻറ്റ് മോട്ടേഴ്സ്. അതുകൊണ്ട് തന്നെ
ഇതിൻ്റെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് അറൗണ്ട് 75 to 100% ആണ്. അത് വർക്കിംഗ് കണ്ടീഷനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും, ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ കാര്യങ്ങളൊക്കെ നോക്കിയാലും എന്നാലും ഫർദർ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇൻഡക്ഷൻ മോട്ടറും സിങ്ക്രണസ് മോട്ടറും ഡി സി മോട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി എനർജി എഫിഷ്യൻറ്റ് മോട്ടേഴ്സ് എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കും. പിന്നെ എനർജി എഫിഷ്യൻസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇൻപുട്ട് പവറാണ്. ഇൻപുട്ട് പവർ അഥവാ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഇൻപുട്ട് പവർ നമുക്ക് ഇന്ത്യയിൽ അറിയാം ഒരു സ്റ്റാൻഡേർഡ് വാല്യൂവിലാണ് വരിക. BIS സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണെങ്കിൽ 200 സാധാരണ ഡൊമസ്റ്റിക് പർപ്പസിനാണെങ്കിൽ 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ആണ് നമുക്ക് വരുന്നത്. എന്നാൽ നമ്മളുടെ മോട്ടറും അതേ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. മാക്സിമം 6% +or -6% ഫ്ലക്ച്വേഷൻ ഇൻ വോൾട്ടേജും ഒരു +or-3% ഫ്ലക്ച്വേഷൻ ഇൻ ഫ്രീക്വൻസി മാത്രമേ മാക്സിമം വരുത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ ലോസ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എനർജി എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാം. അതുപോലെ നല്ല വയേഴ്സ്, നമ്മളുടെ റെസിസ്റ്റൻസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഹീറ്റ് ലോസിൻ്റെ കേസിൽ, ടെമ്പറേച്ചർ ലോസിൻ്റെ കേസിൽ, I²R ലോസിൽ. അതുകൊണ്ട് തന്നെ പല സൈസിലുള്ള വയറിങ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എനർജി എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഈ മോട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്ത് വരുന്നതാണ്. ഇത്രയാണ് മെയിനായിട്ട് എനർജി എഫിഷ്യൻറ്റ് മോട്ടേഴ്സ് എന്ന് പറയുന്നതും ഇലക്ട്രിക്കൽ മോട്ടേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് വരുന്നത്. ഇതിൽ നിന്ന് നല്ല രീതിയിൽ നോട്ട് ഉണ്ടാക്കി എഴുതുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ്. താങ്ക് യു.